ഓം നമോ നാരായണായ നമ. സ്വാമിയേ ശരണമയ്യപ്പ. നമസ്കാരം. എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും തൃപ്പാദമഠം യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. കൂടാതെ വീഡിയോ കാണുന്നവർ വീഡിയോ മുഴുവനായും കാണുവാൻ ശ്രമിക്കുക. ഇന്നത്തെ വിഷയം തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ച ജാതകർക്ക് 2024 ഈ ഫെബ്രുവരി മാസത്തിൽ വന്ന് ചേർന്നേക്കാവുന്ന ശുഭവും അശുഭവുമായ ഫലങ്ങൾ എങ്ങനെയൊക്കെയായിരിക്കും ജാതകൻ്റെ ജീവിതത്തെ ബാധിക്കുന്നത് എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. തിരുവോണം നക്ഷത്ര ജാതകർക്ക് ഈ 2024 ഫെബ്രുവരി മാസത്തിൽ സാമ്പത്തികമായ ആവശ്യങ്ങൾക്കായി ധനം തടസ്സമുണ്ടാവുകയും ധനതടസ്സം വരികയും അതിലേക്കായി കടങ്ങൾ വാങ്ങുവാൻ നിർബന്ധിതനാവുകയും ചെയ്യുന്ന സാഹചര്യങ്ങളൊക്കെ വന്നു ചേരും. ദുരാചാരങ്ങളെ ഉപേക്ഷിക്കുക എന്നുള്ളതാണ് ഇനി പറയാനുള്ളത്. എന്നിട്ട് സദാചാരങ്ങളെ ജീവിതത്തിൽ പകർത്തുന്നത് ആത്മാഭിമാനത്തിന് വഴിയൊരുക്കുന്നതായിരിക്കും. നിങ്ങൾ ഏത് മേഖലയിൽ പ്രവർത്തിച്ചാലും കൂടെയുള്ളവരെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. കാരണം ജാതകർ വഞ്ചനയിൽ അകപ്പെടുവാനുള്ള സാധ്യത വളരെ കൂടുതലായി കാണുന്ന ഒരു സമയമായിരിക്കും. ഇപ്പോൾ വഞ്ചിക്കപ്പെടാനുള്ള സാഹചര്യം ഒരുപാടായി വന്നു ചേരുന്ന സമയമാണ് ഈ ഫെബ്രുവരി 2024. ശരിയായ രീതിയിൽ അല്ലാത്തതും സുരക്ഷിതമല്ലാത്തതുമായ സാമ്പത്തികമായ ക്രയവിക്രയങ്ങളിൽ നിന്ന് പിന്മാറുന്നതാണ് നല്ലത്. നഷ്ടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. പ്രവർത്തന മണ്ഡലവുമായി ബന്ധപ്പെട്ടിട്ട് സമർപ്പിക്കുന്ന പദ്ധതികൾക്ക്, അതായത് കരാർ ജോലികൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ, ആ രീതിയിൽ വരുന്ന സമർപ്പണങ്ങൾക്ക്, അങ്ങനെയുള്ള പദ്ധതികൾക്ക് അംഗീകാരം ലഭിക്കുവാനുള്ള സാധ്യത ഈ സമയത്തുണ്ട്. അതിതീവ്രമായ പ്രയത്നത്തിലൂടെയും ഏകാഗ്ര ചിന്തകളിലൂടെയും ഈശ്വര പ്രാർത്ഥനകളാലും പരീക്ഷണങ്ങളിലും നിരീക്ഷണങ്ങളിലുമൊക്കെ വിജയം നേടുവാൻ സാധിക്കുന്ന ഒരു സമയമായിരിക്കും ഇത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തിരുവോണം നക്ഷത്ര ജാതകർ ഈ ഫെബ്രുവരിയിൽ വളരെ ശ്രദ്ധയോടെ കാണേണ്ട കാര്യങ്ങളാണ്. വീഡിയോ ഉപയോഗപ്രദമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക. എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും ജഗദീശ്വരൻ നല്ലത് മാത്രം വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുഭദിനം നേരുന്നു. നന്ദി, നമസ്കാരം.